പാലക്കാട്ടെ വിവാദ വോട്ടുകൾ അസാധുവാക്കില്ല എന്നാണ് ഡോക്ടർ എസ് ചിത്ര പറയുന്നത്. AST വിഭാഗത്തിൽപ്പെടുത്തി മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യും. പോളിംഗിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. പോളിംഗ് ചട്ടപ്രകാരം നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. ചില പരാതികൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട്. നമ്മളതൊരു പ്രത്യേക ലിസ്റ്റായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ലിസ്റ്റായിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാവും. എന്നാൽ ഇരട്ട വോട്ട് വിവാദത്തിൽ പരസ്യ പ്രതിഷേധവുമായി LDF രംഗത്തെത്തി കളക്ടർക്ക് പരാതി നൽകി. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇരട്ട വോട്ട് എന്നുള്ളത് അത് ഏത് തരത്തിലേക്ക് അതിനെ ഡീൽ ചെയ്യാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം? അതായത് ഇവർ വോട്ട് ചെയ്യട്ടെ, പിന്നീട് മറ്റൊരിടത്തും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് ഇവരുടെ കൃത്യമായ ചിത്രങ്ങളും മറ്റു വിശദാംശങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വയ്ക്കുക എന്ന തരത്തിലേക്കൊരു കർക്കശമായ നടപടിയിലേക്ക് അത് പോകും എന്നൊക്കെ കളക്ടർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ LDF ഇതിൽ നിയമ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണോ പറയുന്നത്? മറ്റു കക്ഷികളുടെ നിലപാട് എന്താണ്? അനുജ, ഇതിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് നിയമവശമാണ്. ആ നിയമവശം പ്രകാരം തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുടെ അവരെ വോട്ട് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമവശമായി പറയുന്നത്. അത് ഇത്തരത്തിൽ ഒരു വിവാദം ആയ സ്ഥിതിക്ക്, അതായത് ഇരട്ട വോട്ട് എന്നുള്ളൊരു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ അത് പ്രത്യേക വിഭാഗമായി ഈ ആരോപണ വിധേയരായ ആളുകളെ, ഇത്തരത്തിൽ 2 പേരുള്ള ആളുകളെ പ്രത്യേക വിഭാഗത്തിൽ പെടുത്തി വോട്ട് ചെയ്യിക്കാനുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണ്. AST വിഭാഗത്തിൽ പെടുത്തിയായിരിക്കും ഇവരെ വോട്ട് ചെയ്യിക്കുക. അതായത് ആബ്സെന്റ്, ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡെത്ത് ഈ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇരട്ട വോട്ട് ആരോപണമുള്ളവരെ വോട്ട് ചെയ്യിക്കുക. ഇവരുടെ ചിത്രം, ഇവർ ബൂത്തിൽ വരുമ്പോൾ തന്നെ ഇവരുടെ ചിത്രം മൊബൈൽ ഫോണിൽ എടുക്കും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ഇവരുടെ സത്യവാങ്മൂലം കൂടി അവിടെ വെച്ച് തന്നെ രേഖപ്പെടുത്തും. മറ്റ് ഒരിടത്തും വീണ്ടും വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധയും ഇവരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഇതുവരെ ഒരു എതിർപ്പ് LDF മറ്റും ഉന്നയിച്ചിട്ടുമില്ല. നിയമവശങ്ങളുമായി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ പോലും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നതുവരെ ശക്തമായ നിയമ നടപടി എന്നുള്ളതാണ് LDF വ്യക്തമാക്കുന്നത്. ഇരട്ട വോട്ടുകൾ നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നതാണ് ജില്ലാ കളക്ടറുടെ നിലപാട്.